നിങ്ങൾക്കും നൽകാം 1 കോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഹോട്ട് സീറ്റിൽ കോഴിക്കോട് നിന്നെത്തിയ ഗഫൂർ. മിസ്റ്റർ ഗഫൂർ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പണം എന്ത് ചെയ്യും? ചെറിയ സംഖ്യ ആണെങ്കിൽ ഒരു സൈക്കിള്, വലിയ സംഖ്യ കിട്ടിയാൽ ഒരാനനെ വാങ്ങി കോഴിക്കോട്ട് അങ്ങാടി മുഴുവൻ അതിന്റെ പുറത്ത് കയറി ചുറ്റിയടിക്കും നമ്മള്. നല്ല ആഗ്രഹം, ദൈവം സഫലീകരിച്ചു തരട്ടെ. ആമീൻ ആമീൻ. ഇതിന്റെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ? ഒക്കെ വയ്യാട്ടാണ് മോനെ. ഗുഡ്. എന്ന ഗെയിമിലേക്ക് കിടക്കാം. സേഠ്ജി, 1000 രൂപയ്ക്കുള്ള ഗഫൂറിന്റെ ആദ്യത്തെ ചോദ്യം തരൂ. ഊണ് കഴിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൽ ഏത് മരത്തിന്റെ ഇലയാണ്? ഓപ്ഷൻസ്: എ തെങ്ങ്, ബി കഴുങ്ങ്, സി ചേമ്പ്, ഡി വാഴ. ഡി വായ. ഉത്തരം ശരിയാണ്. ഗഫൂർ 1000 രൂപ നേടിയിരിക്കുന്നു. അടുത്തത് 2000 രൂപയുടെ ചോദ്യമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പാല് തരുന്നത്? എ എരുമ, ബി മിൽമ, സി ആട്, ഡി പശു. അതെന്താലോചിക്കാനാണ്? ബി മിൽമ. ബി മിൽമ ലോക്ക് ചെയ്യട്ടെ? ധൈര്യമായിട്ട് കൂട്ടിക്കോളി. കൺഗ്രാറ്റ്സ്, മിൽമ ശരി ഉത്തരമാണ്. 2000 സ്വന്തമാക്കിയിരിക്കുന്നു. അരം പിടിച്ചു പോയി മോനെ. മൂന്നാമത്തെ ചോദ്യം വേന്തിരി. മിസ്റ്റർ ഗഫൂർ, ഈ 2000 രൂപ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യാൻ? നമ്മളെ നാട്ടിൽ ഒരു ദിവസം പട്ടിണി എടുക്കാൻ വേണം 1000 രൂപ. ഓക്കെ സേഠ്ജി, മിസ്റ്റർ ഗഫൂറിന് 3000 രൂപയുടെ അടുത്ത ചോദ്യം കൊടുത്തോളൂ. ജോലിയേക്കാൾ അധികം കൂലി ചോദിക്കുന്നത് ആര്? എ മലയാളി, ബി തൊഴിലാളി, സി ബംഗാളി, ഡി കൊലയാളി. അല്ലാ, കുടുങ്ങിയല്ലോ. ഞമ്മക്കൊരു ചങ്ങായിനെ ഫോൺ വിളിച്ചു ചോദിക്കണം. സേഠ്ജി, മിസ്റ്റർ ഗഫൂർ അദ്ദേഹത്തിന്റെ സ്നേഹിതനോട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. സ്നേഹിതന്റെ പേരെന്താണ്? മലപ്പുറം മൊയ്തു. ഹലോ മിസ്റ്റർ മലപ്പുറം മൊയ്തു അല്ലേ? ഞാൻ കോടീശ്വരിൽ നിന്ന് സുമേഷ് ബേബിയാണ്. നിങ്ങളുടെ സുഹൃത്ത് മിസ്റ്റർ ഗഫൂർ ഹോട്ട് സീറ്റിലുണ്ട്. നിങ്ങൾ സഹായിച്ചാൽ ചിലപ്പോ അദ്ദേഹം ഒരു കോടീശ്വരനായേക്കാം. അതൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചോ. യുവർ ടൈം സ്റ്റാർട്ടിംഗ് നൗ. എടാ ശുക്കൂറെ, ചോദ്യം കേട്ടോ. ജോലിയേക്കാൾ കൂടുതൽ കൂലി ചോദിക്കുന്നത് ആര്? ഉത്തരം പറഞ്ഞുതരാ, പക്ഷെ എനിക്ക് എന്ത് കിട്ടൂ? ശുക്കൂറെ, ഈ ആദ്യത്തൊന്ന് പറയും. സമയം കഴിയാറായി. ഓപ്ഷൻസ്: മലയാളി, ബംഗാളി, തൊഴിലാളി, കൊലയാളി. ഉത്തരൊക്കെ നമുക്കറിയാം, പക്ഷേ കിട്ടുന്നതിന്റെ പകുതി വെച്ച് തരണം. ആയിക്കോട്ടെ മോനെ, ഈ പറയും. സമയം കഴിഞ്ഞു. എന്ത് തീരുമാനിച്ചു മിസ്റ്റർ ഗഫൂർ? ഉത്തരം മനസ്സിലായോ? ഓ, മനസ്സിലായി. ജോലിയേക്കാൾ കൂടുതലല്ല, ജോലി ചെയ്യുന്നതിന് മുമ്പേ കൂലി ചോദിക്കുന്ന ആളും മലയാളിയാണെന്ന് മനസ്സിലായി.